ഈ രാഷ്ട്രീയക്കാരുടെ റീൽസ് എന്ന് പറയുമ്പം കുറച്ചൊക്കെ അതിര് കടന്നു പോകുന്നുണ്ടോ എന്ന് ചില സമയങ്ങളിൽ തോന്നാറുണ്ട്. ദേശീയപാതയുടെ റീൽസ് ഒക്കെ എടുത്തിട്ട് അത് പിന്നെ അതൊരു നെഗറ്റീവായി വന്നപ്പോൾ അങ്ങനെ വരുമ്പോ തന്നെ ആദ്യം പറയുന്നത് റീൽസ് ഓളി എന്നുള്ള ഒരു ടാഗ് ലൈനോടെയാണ്. പിഷാരടി പറഞ്ഞ ഒരു കാര്യത്തിൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, അത് എല്ലാ പാർട്ടിക്കാരും പണ്ടത്തെ ചെയ്യുന്ന കാര്യങ്ങൾ ആകെ അറിയുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത് പത്രങ്ങളാണ്. പറയാനുള്ളത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് ആരും അറിയില്ല, അത് വേറൊരാളുടെ ക്രെഡിറ്റ് ആയിട്ട് മാറും ഉള്ളതുകൊണ്ട് ചേച്ചി പണ്ടൊക്കെ ആളുകളെയൊക്കെ അറിയാനും അതുപോലെ തന്നെ ഈ പൊളിറ്റീഷ്യൻസിനെയൊക്കെ ആയാലും അവരെ കാണാനും അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയാനൊക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയയിലുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്, റീൽസിലുണ്ട്. അത് വിവാദമാകുന്നതുണ്ട്, അല്ലാത്ത നല്ല രീതിയിലുള്ളതുമുണ്ട്. എങ്ങനെയാണ് ചേച്ചി ഈ സോഷ്യൽ മീഡിയ റീൽസിനെയൊക്കെ കാണുന്നത്, ഈ രാഷ്ട്രീയക്കാരുടെ റീൽസുകളെയൊക്കെ കാണുന്നത്? ഈ രാഷ്ട്രീയക്കാരുടെ റീൽസ് എന്ന് പറയുമ്പം കുറച്ചൊക്കെ അതിര് കടന്നു പോകുന്നുണ്ടോ എന്ന് ചില സമയങ്ങളിൽ തോന്നാറുണ്ട്. പിന്നെ ഏതും എടുത്തിട്ട് ഇപ്പം സാധാരണക്കാര് ചെയ്യുന്ന പോലെ തന്നെ ഇവരൊരു കുറച്ചൊരു പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ അവർ ഏതും എടുത്തിട്ട് റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ സമൂഹത്തിൽ കൊടുക്കുന്ന ഒരു നിലയും വിലയും ഒക്കെ കുറഞ്ഞു പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. നമുക്കിപ്പോ പണ്ടത്തെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയൊക്കെ നമുക്കിപ്പം നയനാരിനെ ആണെങ്കിലും കരുണാകരൻ അവരെയൊക്കെ ആണെങ്കിലും നമുക്കറിയുന്നത് ഈ വായിച്ചിട്ടുള്ള അറിവാണ്. അപ്പൊ അല്ലെങ്കിൽ പിന്നെ അവരെയൊക്കെ നമുക്ക് അറിയുള്ളൂ. ഇപ്പോ ഒരു ചെറിയ പൊളിറ്റിക്കൽ ലീഡർ ആണെങ്കിൽ പോലും അവരെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ എപ്പോഴും അവൈലബിൾ ആണ്. പക്ഷെ അപ്പോ ഇവര് ചെയ്യുന്ന ഓരോ കാര്യങ്ങള് അവര് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലാതെ വേറെ ആളുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ചിലതൊക്കെ നല്ലതാണ്. ഇപ്പൊ ഒരിടയ്ക്ക് കണ്ടിരുന്നു ചാണ്ടി ഉമ്മൻ പിന്നെ സ്കൂട്ടർ ഓടിച്ചിട്ട് പോകുന്ന ഒരു റീല് ആരോ എടുത്തിട്ട് ഷെയർ ചെയ്ത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഭയങ്കര എക്സ്കോട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒന്നും ഇല്ലാണ്ട് സാധാരണ ഒരാളെ പോലെ പോകുന്നതൊക്കെ കാണുമ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ചിലപ്പോൾ ഒരു ഇഷ്ടം തോന്നും. ആ സമയം പിന്നെ ഇവര് കാണിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഈ പ്രഹസനം പോലെ എടുത്തിടുന്ന കാണുമ്പോൾ അപ്പൊ തോന്നുന്നു ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് തോന്നിപ്പോ. നല്ലതിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ലൊരു മീഡിയം കൂടി. അത് തന്നെ ഏറ്റവും ആക്സസ് ഉള്ള ഒരു സാധനമാണല്ലോ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പം എവിടെ ഇരിക്കുന്ന ഒരാൾക്കും എങ്ങനെ വേണമെങ്കിലും ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ ഈ മുഹമ്മദ് റിയാസിന്റെ ഒക്കെ കാര്യത്തിൽ വന്നപ്പം അവിടുത്തെ മറ്റേ ദേശീയപാതയുടെ റീൽസ് ഒക്കെ എടുത്തിട്ട് അത് പിന്നെ അതൊരു നെഗറ്റീവായി വന്നപ്പോൾ അങ്ങനെ വരുമ്പോ തന്നെ ആദ്യം പറയുന്നത് റീൽസ് ഓളി എന്നുള്ള ഒരു ടാഗ് ലൈനോടെയാണ് ഈ എന്തൊരു കാര്യം വരുമ്പോഴും ഈ പറയുന്ന മുഹമ്മദ് റിയാസിനൊക്കെ ആളുകൾ അറിയുന്നത്. നാലാളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ എല്ലാവരും ഒരേ ആംഗിളിൽ തന്നെ എടുക്കില്ലല്ലോ, കാണുന്ന ഒരാളുടെ കണ്ണിലാണല്ലോ. കുറെ കമന്റുകൾ ഇങ്ങനെ കാണാം ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും PR ചെയ്യാണ്, അങ്ങനെ ചെയ്യാണ്, PR വർക്കിന്റെ ആണ് എന്നുള്ള കാര്യങ്ങള്. പിന്നെ അല്ലാത്ത രീതിയിൽ ഇപ്പം ഒരു പദ്ധതി വരുന്നുണ്ട്, അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ തേടാനാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊരു നല്ലൊരു ആശയം തന്നെ. ഒരു മണ്ഡലത്തിലെ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ആളുകൾക്ക് റെസ്പോണ്ട് ചെയ്യാനും ആ ജനപ്രതിനിധി ഒരു മീഡിയം ഉപയോഗിക്കുന്നത് നല്ലതാണ്. ആ സമയത്ത് ഇങ്ങനത്തെ കുറെ റീൽസും ഇട്ട് ഷോയർക്ക് ഒരു പാട്ടൊക്കെ ഇട്ട് ഇത് പോകുമ്പോ അതിനപ്പോ ആ ഒരു ഇതിലുണ്ടാവുള്ളൂ. ഇന്ന് പക്ഷെ വൈറൽ ആവാൻ ഭയങ്കര എളുപ്പമാണ്. ഒരുപാട് സാധ്യതയുണ്ട്. കാരണം എന്തെങ്കിലും അങ്ങനത്തെ ഒരു കണ്ടന്റ് എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിക്ക് ആവും, അല്ലെങ്കിൽ വൈറലാകും. അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പണ്ടൊക്കെ ഭയങ്കര സിനിമ ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ്. സിനിമാക്കാർക്ക്, രാഷ്ട്രീയക്കാർക്ക്, അല്ലെങ്കിൽ ഉന്നത പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ കിട്ടിയിരുന്നതാണ്. ഇപ്പോന്ന് പറയുമ്പോ കുറച്ച് റീൽസ് ഇട്ടൊന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാ അവർക്കും മെല്ലെ വരുന്നൊരു സാധനമാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു പോസിറ്റീവ് സംഭവമാണല്ലേ. അത് ശരിയാണ്. പക്ഷെ നമ്മളാണെങ്കിലും കുറച്ച് സമയം ഫ്രീ കിട്ടിയാൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഫോണിലോട്ടാണ്. നമ്മളൊരു ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതിനോ സമയം നമ്മൾ കണ്ടെത്തുന്നില്ല. നമ്മളപ്പോഴേക്കും നമ്മുടെ ഫോണിലേക്ക് ചുരുങ്ങാണ്. അപ്പൊ നമ്മുടെ ലോകം ആ ഫോണിൽ ഒതുങ്ങുമ്പോൾ നമ്മൾ നിരന്തരം കാണുന്ന സാധനങ്ങൾ ഇങ്ങനത്തെ വീഡിയോകളാകുമ്പോൾ ഒരു വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാലോ, അല്ലേ? സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു കാര്യമാണ്. ഒരു വീഡിയോ ആണ്, ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാലോ. അഭിനയിക്കാൻ അറിയാവുന്നവരാണേലും അറിയാത്തവരാണേലും ആഗ്രഹമുള്ളവരാണെങ്കിലും
ചിന്തിക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് ഇതുപോലെ ചെയ്തു നോക്കിയാൽ ചിലരുടെ ക്ലിക്ക് ആവും, ചിലരുടെ ഫ്ലോപ്പ് ആകും, ശരിയാവില്ല. അപ്പൊ ഫ്ലോപ്പ് ആകുന്നവര് നെഗറ്റീവില് പബ്ലിസിറ്റി കിട്ടി അങ്ങനെ വൈറലാകും. നന്നായി പോകുന്നവര് പല രീതിയിൽ സ്പ്രെഡ് ആയിട്ട് അത് അങ്ങനെയാകും. അല്ല, നെഗറ്റീവ് ചെയ്താലും അതും വൈറലാണ്. അതെ, നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ബോഡി എക്സ്പോസ് ചെയ്തിട്ട് പിന്നെ വൈറലാകുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിലോട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. അത് കാണാനും ആളുകളുണ്ട്. പണ്ട് ഇങ്ങനെ പിഷാരടി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കോൺഗ്രസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരും അറിയാതെ പോയത് അന്നൊന്നും ഈ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതിന് വേണ്ടിയിട്ട് മെനക്കെട്ടിട്ടും ഇല്ല, അതുകൊണ്ടാണെന്നൊക്കെ. അപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഈ റീൽസ്, അതുപോലെ തന്നെ ഫേസ്ബുക്കിലെ ഫെസിലിറ്റി, അങ്ങനെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം വന്നതോടുകൂടി രാഷ്ട്രീയക്കാർക്ക് കുറെ കൂടെ എളുപ്പമായില്ലേ, അവരായിട്ട് പ്രദർശിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമായി മാറി. അത് പിഷാരടി പറഞ്ഞൊരു കാര്യത്തിൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, അത് എല്ലാ പാർട്ടിക്കാരും പണ്ടത്തെ ചെയ്യുന്ന കാര്യങ്ങൾ ആകെ അറിയുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത് പത്രങ്ങളാണ്. ഇപ്പോ ഏതൊരാൾക്കും ഇപ്പം പാർട്ടി വൈസ് അല്ലാതെ ഏതൊരാൾക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട്. 1-2 അക്കൗണ്ട് ഉണ്ടാവും. ചിലപ്പം പബ്ലിക് ഒരു അക്കൗണ്ടും പ്രൈവറ്റ് ആയിട്ട് വേറെ അക്കൗണ്ടും ഉണ്ടാവും. അപ്പോ പിന്നെ അത് രാഷ്ട്രീയത്തിന്റെ ഒരു ഇതിലല്ലാതെ തന്നെ ആണെങ്കിലും പിന്നെ അന്ന് ഉള്ള പോലെ അല്ല ഇന്ന്. ഇതിന്റെ ഒരു മെസ്സേജ് ഉള്ളതെന്ന് വെച്ചാൽ പറയാനുള്ളത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് ആരും അറിയില്ല, അത് വേറൊരാളുടെ ക്രെഡിറ്റ് ആയിട്ട് മാറും ഉള്ളതുകൊണ്ട് എല്ലാവരും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ എടുത്ത് ഇതിടുന്നു. അത് ഒരു പക്ഷെ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നതും കൂടെ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രശ്നം കൂടി കൊണ്ടാ. ഇപ്പോ അങ്ങനെ അല്ല എന്നിരിക്കട്ടെ, ഞാൻ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലാത്ത ഒരാളാണെങ്കിൽ അത് എന്തോ ഒരു കുറച്ചിലായിട്ട് കാണുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. ഇൻസ്റ്റഗ്രാമില് പിന്നെ ഫേസ്ബുക്കില് അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് യൂസ് ചെയ്യുന്നു. പിന്നെ ആദ്യമൊക്കെ ഐഫോൺ ഉള്ളവർക്കായിരുന്നു കുറച്ച് പിന്നെ ഡിമാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ എണ്ണം നോക്കിയിട്ടൊക്കെ പിന്നെ പിന്നെ നമ്മുടെ എന്താ പറയാ സ്റ്റാറ്റസ് എനിക്ക് 2 യൂട്യൂബ് ചാനൽ വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് കരുതുന്ന ആളുകളാണ്. പക്ഷെ നല്ല രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കും ഫേമസ് ആവാനുള്ള സാധ്യതകള്, നമ്മുടെ ടൈം ഇപ്പം കുക്കിംഗ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലേ, അവർ വെറുതെ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വീഡിയോസ് വൈറലാകുന്നവര്. ഡെയിലി വീഡിയോ ചെയ്യുന്ന ആളുകളില്ലേ, ഒരു ഫാമിലി വ്ളോഗർന്നോ അങ്ങനെ കുറെ കാറ്റഗറി ഉണ്ട്. നമ്മൾക്കറിയാത്ത ഒരുപാട് കാറ്റഗറികളുണ്ട്. അതിലൊക്കെ പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് ഏജ് കാറ്റഗറി ഒക്കെ നോക്കി പ്രോപ്പർ ആയി ഇരിക്കുകയാണെങ്കിൽ ശരിക്കും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ളത് നല്ലതല്ലേ. ഏതൊരാൾക്കും പിന്നെ സ്വന്തമായിട്ടൊരു ഏണിങ്സ് ശരിയാണ്. കോവിഡ് സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ഒട്ടുമിക്ക ആളുകളുണ്ട്. കുറെ ആളുകൾ ഇവരെ വിമർശിക്കുന്നുണ്ട്, എന്തിനാ അവര് കാശ് മേടിക്കുന്നുണ്ട്. ആദ്യം പറയുന്നത് എന്താ അറിയോ, ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് അവര് പൈസക്ക് വേണ്ടിയിട്ടല്ല, അതിന്റെ പുറകെ അവരൊക്കെ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അതാരും പറയുന്നില്ല. എന്തുണ്ടെങ്കിലും കണ്ടന്റ് ആക്കി, നിങ്ങൾ കണ്ടന്റിന് വേണ്ടിയിട്ടല്ലേ ഈ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ പുറകിൽ അവരെടുക്കുന്ന എഫേർട്ടിനെ കുറിച്ച് ആരും പറയുന്നില്ല. ഈ നമ്മൾ കഴിഞ്ഞ ടോക്കിൽ പറഞ്ഞ പോലെ തന്നെ കമന്റ് ഇട്ട് സാറ്റിസ്ഫൈഡ് ആവുന്ന കുറെ ആൾക്കാരാണ്. അങ്ങനെ ചില ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ നീ തെറി പറഞ്ഞോ, നിങ്ങൾ പറയുന്ന ഓരോ തെറിയും എനിക്ക് കാശായിട്ട് കിട്ടുന്നുണ്ട്. അതെ, ആ ഒരു സ്പിരിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ ഒരു കണക്കിന് നല്ല കാര്യങ്ങളാണ്. പിന്നെ ഈ കമന്റ് പറയുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരുടെ വായ അടപ്പിക്കാൻ പറ്റില്ല. നമ്മള് പറയുന്ന സബ്ജക്റ്റിന് യാതൊരു ബന്ധവും ഇല്ലാത്ത തരത്തിലുള്ള സാധനങ്ങളായിരിക്കും വന്നോണ്ടിരിക്കുന്നത്. അസംഷനിലെത്തും. നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധമില്ലാത്ത, അത് നമ്മുടെ കൂടെ അവരിരുന്നത് പോലെ അവര് പറയും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരവരുടെ തൊഴിൽ ചെയ്യുന്നു, നമ്മൾ പറഞ്ഞു കുറെ പോയി അല്ലേ. കാരണം നമ്മൾ ഈ റീൽസും അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസും ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ പൊളിറ്റിക്കൽ ലൈഫിലേക്ക് വന്നു കഴിയുമ്പം ഇപ്പം കുറെ ആളുകൾക്ക് അത് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്, കുറെ ആളുകൾക്ക് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാ കൊടുക്കുന്നത്. ഇപ്പം ചില റീൽസിലൊക്കെ എന്താണ് ഈ പൊളിറ്റീഷ്യൻസിനോടുള്ള പ്രണയമൊക്കെ പറയുന്ന ആ ഒരു സ്നേഹമൊക്കെ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ റീൽസിന് അടിയിലൊക്കെ കൊണ്ടുപോയി കമന്റുകൾ ഇടുന്നത്, കുട്ടികളുടെ വീഡിയോസ്, ഇത് അവർക്കും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പൊ അവര് എന്തെങ്കിലും ഒരു പദ്ധതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അതിന്റെ അടിയിലായിരിക്കും ചിലപ്പോ ഒരു ആരാധന മൂത്ത ഒരു ആരാധകനോ ആരാധികയോ ആരെങ്കിലും കൊണ്ടുപോയിട്ട് കമന്റ് ഇടുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോ കുറച്ചൊരു
അവർക്കും ഒരു ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ ഫാമിലി പേഴ്സൺ ആയിരിക്കും, അതിന്റെ അടിയിൽ ഇപ്പൊ മോശം കമന്റുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. ശരിക്കും ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രയോജനപ്പെടുത്തി രാഷ്ട്രീയക്കാർക്ക് അവർ ഇത്രയും നാൾ എന്താണ് ചെയ്തത് അവർക്കൊരു മന്ത്ലി പറയാം, ഒരു അനാലിസിസ് പോലെ അവർക്ക് പറയാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ ഈ സോഷ്യൽ മീഡിയ അതായത് ഒന്ന് കിട്ടുന്ന സാധനം നമ്മളെ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയത്. ഇപ്പൊ രണ്ട് രീതിയിൽ അത് നല്ലതായിട്ടും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് അതെ, അതാണ് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാതെ അതിപ്പോ പറയുന്ന പോലെ ആളുകൾ ആരും അറിയാതെ എടുക്കുന്ന കുറെ വീഡിയോസ് ഭയങ്കര റീച്ച് ആവുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. അത് മാത്രല്ല ഈ പറയുന്ന ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവത്തിനെ കുറിച്ച് പ്ലാൻ ഉണ്ട്, അപ്പൊ അതിന് ആളുകളുടെ അഭിപ്രായങ്ങൾ ചോദിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ലൈവ് വീഡിയോ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടോ ഒരു റീൽ ഇട്ടിട്ടോ ഒക്കെ ആണെങ്കിൽ അതിന്റെ അടിയിൽ വരുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ എല്ലായിടത്തോട്ടും ഇപ്പൊ അവരും മനുഷ്യരല്ലേ, എല്ലായിടത്തും എല്ലാ സമയത്തും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുകള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പലരും കാണും. അതെ, പലരിലൂടെ ഇപ്പൊ ഒരാളുടെ അടുത്ത് കിട്ടും, നമ്മളാണെങ്കിലും ഒരു സാധനം കിട്ടിയാൽ നമ്മൾ 10 പേർക്ക് ഷെയർ ചെയ്യാതിരിക്കില്ലല്ലോ, കാരണം ആർക്കെങ്കിലും ഉപയോഗപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടാകുമെങ്കിൽ. അതുപോലെ തന്നെ ഈ പറയുന്ന ചാരിറ്റി വർക്കുകളാണെങ്കിലും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾക്കൊക്കെ നല്ല ക്രെഡിബിലിറ്റി ഇല്ലാതെ പോകുന്ന ചാരിറ്റി വർക്കുകൾ ഒഴിവാക്കാൻ പറ്റും. നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് നല്ലൊരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ആ സമയം അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ വരുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതായത് പബ്ലിസിറ്റി മാത്രം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പിന്നീട് നെഗറ്റീവായിട്ട് വരുന്നു. ആളുകൾക്ക് ഇപ്പൊ എന്താ വെച്ചാൽ കുറച്ചും കൂടി ബോധമുള്ള ആളുകളായി തുടങ്ങിയില്ലേ ഇപ്പൊ. ഈ പറയുന്ന പോലെ ലൈറ്റിന്റെ വെട്ടം കാണുമ്പോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാൻ ബോധമുള്ള ആളുകളായി. അപ്പൊ ആളുകൾ ചിന്തിച്ചു തുടങ്ങും, ഇതിപ്പോ ഈ ഒരു സാധനം നമ്മളോട് ഇങ്ങനെ കാണിച്ചത് എന്തിനാ, പൊങ്ങച്ചത്തിന് വേണ്ടിയല്ലേ ചിന്തിക്കാനുള്ള ബോധം മനുഷ്യന്മാർക്കായി തുടങ്ങി. അപ്പൊ അവരനുസരിച്ച് ഇതായി എടുക്കും.